സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുക അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് എടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഏതുവരെയാണ് എടുത്തിട്ടുണ്ടായത്? ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് രണ്ടും സ്പെസിഫൈഡ് വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗിവൺ വാല്യൂസ്, തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തിട്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എന്തായാലും ഈ ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ടും നിർബന്ധമായും എല്ലാവരും ഈ ബുക്ക് നിർബന്ധമായിട്ടും വാങ്ങിക്കുക കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് വാങ്ങിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഓർ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം. നമുക്ക് തിയറിയിൽ തന്നെ പറയുന്നത് അതാണ്. ബൈനോമിയൽ ആൻഡ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. നേരെ മറിച്ച് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ, ആരാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഡി മോവിറി ഇൻ 1733 ഇത് മറ്റേത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിംഗ് കേസിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിക്കിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 1733 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കവർ ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പം ഫണ്ടമെൻ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദാറ്റ് മെനി പോപ്പുലേഷൻ സീം ടു ഫോളോ അപ്രോക്സിമേറ്റ്ലി എ പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് നമ്മളതിൽ പറയുന്നത് കേട്ടോ. ഇനി ഡെഫിനിഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ: കണ്ടിന്യൂസ്. നമുക്കറിയാം, നമ്മൾ തുടങ്ങുന്ന ചാപ്റ്ററിൻ്റെ പേര് ഞാനൊന്ന് എഴുതി വയ്ക്കാൻ തുടങ്ങുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, സ്പെല്ലിംഗ് DISTRIBUTION, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് റാൻഡം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇനി അത് കാണാനുള്ള ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, അതിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ f of x is equal to എങ്ങനെയാണ് വരുന്നത് വെച്ചെങ്കിൽ 1/√2π sigma e raised to -1/2 x minus mu divided by standard deviation whole square. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എഴുതുക? f of x is equal to ഡെഫിനിഷൻ. ഇത് ഈ സമവാക്യം വെച്ചിട്ടല്ല നമ്മൾ കണക്ക് ചെയ്യുക. നമ്മൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ തിയറി എഴുതുമ്പോൾ മാത്രമാണ് ഈ സമവാക്യം നമുക്ക് എഴുതാനുള്ളത്. 1/√2π sigma e raised to -1/2 x minus mu divided by standard deviation whole square എന്നുള്ളതാണ് നമുക്ക് ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എഴുതാനുള്ള സമവാക്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതിൽ f of x is equal to 1/√2π sigma e raised to -1/2 x minus mu divided by standard deviation whole square, where mu and standard deviation are constant.
പിന്നെ വേരിയബിൾ എക്സ് വാരീസ് ബിറ്റ്വീൻ മൈനസ് ഇൻഫൈനൈറ്റ് ടു പ്ലസ് ഇൻഫൈനൈറ്റ്. ഇതിൽ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മ്യൂ പറഞ്ഞാൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ കോൺസ്റ്റൻറ്റ്. മ്യൂ എന്ന് പറയുന്നതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വാരീസ് ഫ്രം മൈനസ് ഇൻഫൈനൈറ്റ് ടു പ്ലസ് ഇൻഫൈനൈറ്റ്. എക്സ് വാരി ചെയ്യുന്നു എവിടേക്കാണ്? മൈനസ് ഇൻഫൈനൈറ്റ് ടു പ്ലസ് ഇൻഫൈനൈറ്റ്. അപ്പോൾ അതാണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ ഡെഫിനിഷനിൽ പറയാനുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ if its probability function f of x is equal to 1 by root of 2 pi sigma e raised to negative 1 by 2 x minus mu divided by standard deviation whole square. Mu and standard deviation are constant. പിന്നെ x varies from minus infinite to plus infinite. ഇതാണ് നമുക്ക് ഡെഫിനിഷനായിട്ട് പറയാനുള്ളത്. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാരണം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഗിവൺ വാല്യൂസ് എടുത്തിട്ട് വേണം നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇന്നപ്പം നമ്മൾ എന്ത് പറഞ്ഞു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ. നമ്മൾ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് 3 തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെയാണ് നമ്മൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ബൈനോമിയൽ, പോയ്സോൺ, നോർമൽ. അതിൽ ബൈനോമിയലും പോയ്സോണും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും മറ്റേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുമാണ് അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഇവിടെ പറയാനുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദി ഫോളോയിങ് കണ്ടീഷൻ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് നോർമൽ എപ്പോഴൊക്കെയാണ്? നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്. n വളരെ കൂടുതലാവുക അല്ലേ. നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലാവുക. ആൻഡ് പി ആൻഡ് ക്യൂ, പി പറയുന്നത് പ്രോബബിലിറ്റി, പിയും ക്യൂ പറഞ്ഞാൽ എന്താ? 1 മൈനസ് പി അല്ലേ. ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. പി ആൻഡ് ക്യൂ ആർ നോട്ട് വെരി സ്മോൾ ഓർ ഓൾമോസ്റ്റ് ഈക്വൽ. സ്മോൾ ആവാതിരിക്കുക, ഓൾമോസ്റ്റ് ഈക്വൽ. അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസിലൊക്കെയാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്. പിന്നെ പി ആൻഡ് ക്യൂ ആർ നോട്ട് വെരി സ്മോൾ, ഓൾമോസ്റ്റ് ഈക്വൽ. നെക്സ്റ്റ് വൺ പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, തിയറി ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാവുന്ന പോയിൻ്റ് തന്നെയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു 13-14 പോയിൻറ്റുകളുണ്ട് പഠിക്കാൻ. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കും കേട്ടോ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് കർവ്. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്പ്ഡ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഒരു ബെല്ലിൻ്റെ ആകൃതിയിലാണ് അത് വരയ്ക്കുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ബെൽ ഷേപ്പ്ഡ് കർവാണ് വരുന്നത്. ഫസ്റ്റ് വൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. പിന്നെ രണ്ടാമത് എന്ത് പറയാം? നോർമൽ കർവ് ഈസ് എ ബെൽ ഷേപ്പ്ഡ് ആണ്. ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ എബൌട്ട് ദി മീൻ. അത് ഇതിനോട് മീനിനോട് സിമ്മട്രിക്കലായിട്ടാണ്. പിന്നെ മീൻ, മീഡിയൻ, മോഡ് ആർ ഈക്വൽ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഏതൊക്കെയാണ് ഈക്വലായിട്ട്? മീൻ, മീഡിയൻ, മോഡ്. ഈ മൂന്നെണ്ണം ഏതൊക്കെയാണ്? മീൻ, മീഡിയൻ, മോഡ് ആർ ഈക്വൽ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മൂന്നും ഈക്വലാണ്. ഏതൊക്കെ? മീനും മീഡിയനും മോഡും ഈക്വലാണ്. ദർ ഈസ് ഓൺലി വൺ മാക്സിമം പോയിൻറ്റ് വിച്ച് ഒക്കേഴ്സ് അറ്റ് ദ മീൻ. അപ്പോൾ 1 മാക്സിമം പോയിൻ്റാണ് നമുക്ക് പറയാനുള്ളത്. ദി ഓർഡിനേറ്റ് ആസ് മീൻ ഡിവൈഡ്സ് ദി ഹോൾ ഏരിയ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ 7 പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതൊന്നും കൂടി പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലോട്ട് പോകാം കേട്ടോ. ശ്രദ്ധിക്കാം. നോർമൽ കർവ് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പഠിഞ്ഞു കഴിഞ്ഞതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ കർവ് ഈസ് എ ബെൽ ഷേപ്പ്ഡ്. നോർമൽ കർവ് എന്ന് പറയുന്നതിൻ്റെ വലിപ്പം എങ്ങനെയാണത്? ബെൽ ഷേപ്പ്ഡ്, ഒരു മണിയുടെ ആകൃതിയാണ് ഉള്ളത്. ബെൽ ഷേപ്പ്ഡ് ആണ്. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്പ്. ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ അബൌട്ട് ദ മീൻ. മീൻ, മീഡിയൻ, മോഡ് ആർ ഈക്വൽ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഹൈറ്റ് ഓഫ് നോർമൽ കർവ് എന്ന് പറയുന്നത് ഈസ് അറ്റ് മാക്സിമം അറ്റ് ദി മീൻ. There is only one maximum point which occurs at the mean. The ordinate at the mean divide the whole area into 2 equal parts. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് നോർമൽ കർവ് ഈസ് യൂണിമോഡൽ ആൻഡ് ഹി ഹാസ് യൂണിമോഡൽ ആണ്, ഓൺലി വൺ സൈഡ് ആണുള്ളത്. പിന്നെ പറയുന്നത് എന്താണ് പറയുന്നത്? Q1 Q3 ആർ ഈക്വി ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. Q1 Q3 എന്നൊക്കെ പറയുന്നത് ക്വാർട്ടൈൽസ് അല്ലേ. ക്വാർട്ടൈൽസ് ഒക്കെ എങ്ങനെ? ഈക്വി ഡിസ്റ്റൻസ്, തുല്യ ഡിസ്റ്റൻറ്റിലാണ്, തുല്യ അകലത്തിലാണ് മീഡിയനിൽ നിന്നും ഉള്ളത്. പിന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് 0 ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 0. മീൻ ഡീവിയേഷൻ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് QD ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉള്ളത്. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന മെസോകർട്ടിക് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്ലാറ്റികർട്ടിക്, മെസോകർട്ടിക്, ലെപ്റ്റോകർട്ടിസ്, അങ്ങനെ 3 ഉണ്ട് കർട്ടോസിസിൽ പറയുന്നതാണ്. ഇതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെസോകർട്ടിക് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ മെസോകർട്ടിക് ആണ്. നോ പോർഷൻ ഓഫ് ദി കർവ് ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. ഒരു ഭാഗവും എവിടേക്ക് വരുന്നില്ല? ബിലോ ദി എക്സ് ആക്സിലേക്ക് വരുന്നില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു നോർമൽ കർവിൻ്റെ എക്സ് വാല്യൂസ് മൈനസ് ഇൻഫൈനൈറ്റ് ടു പ്ലസ് ഇൻഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ബട്ട് പ്രാക്ടിക്കലി റേഞ്ച് ഈസ് x-3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു x+3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡൻറ്റ് നോർമൽ വെറൈസ് ദെൻ ദ സം ഈസ് ടേക്കൺ ആസ് നോർമൽ വാരിയേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഏരിയ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഇതിൻ്റെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ എങ്ങനെയൊക്കെയാണ്? മ്യൂ പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കവേഴ്സ്. മ്യൂ പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് കവർ ചെയ്യുന്ന 68.27% ആണ് കവർ ചെയ്യുന്നത്. മ്യൂ പ്ലസ് ഓർ മൈനസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരികയാണെങ്കിൽ അത് കവർ ചെയ്യുന്നത് എത്രയാണ്? എത്ര പെർസെൻറ്റേജ് ആണ്? 95.45% ആണ് കവർ ചെയ്യുന്നത്. മ്യൂ പ്ലസ് ഓർ മൈനസ് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അത് കവർ ചെയ്യുന്നത് 98.75% ആണ് കവർ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് പോയിൻ്റ്, ഒരു 5-8 പോയിൻ്റെങ്കിലും നമ്മൾ എളുപ്പത്തിലുള്ള പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് പറയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ദ ഷേപ്പ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബെൽ ഷേപ്ഡ്. നമുക്ക് 2 പറഞ്ഞു. ഇറ്റ് ഈസ് സിമ്മട്രിക്കൽ എബൌട്ട് ദ മീൻ. മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ തുല്യ ഡിസ്റ്റൻറ്റിലാണ് അല്ലേ. ഈക്വൽ ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ നമുക്ക് പറയാവുന്ന എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ പറയുന്നത് നോർമൽ കർവ് എന്ന് പറഞ്ഞാൽ യൂണിമോഡലാണ്. പിന്നെ പോയിൻറ്റ്സ് എങ്ങനെയൊക്കെയാണ്? Q1 Q3 എങ്ങനെയാണ്? ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഫ്രം മീഡിയൻ. അപ്പം മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 4/5 സ്റ്റിഗ്മയും മറ്റേത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്കിൽ 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് വരുന്നത്. പിന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇത് എന്ന് പറഞ്ഞാൽ മെസോകർട്ടിക് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെസോകർട്ടിക് ആണ് വരുന്നത്. പിന്നെ തിയററ്റിക്കലി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ വാല്യൂ -∞ ടു +∞ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് റേഞ്ച് ഈസ് x-3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസ് x+3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഏരിയ എങ്ങനെയൊക്കെയാണ് വരുന്നത്? മ്യൂ പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ 68.27% ഏരിയയാണ് കവർ ചെയ്യുന്നത്. പിന്നെ മ്യൂ പ്ലസ് ഓർ മൈനസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലോ 95.45% ഏരിയയാണ് കവർ ചെയ്യുന്നത്. മ്യൂ പ്ലസ് ഓർ മൈനസ് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും അത് കവർ ചെയ്യുന്നത് 98.73% ഏരിയയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, യൂസസ് പറഞ്ഞ ഉപയോഗം, എന്തൊക്കെ ഇമ്പോർട്ടൻസും യൂസസും ഒക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ.
അപ്പോൾ സ്റ്റഡി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സെൻട്രൽ ഇമ്പോർട്ടൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഏത് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ discrete probability distribution, that is binomial and Poisson distribution, tends to normal distribution as n become large. അപ്പം നമ്മൾ പറഞ്ഞു ലിമിറ്റിംഗ് കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു n ലാർജ് ആകുമ്പോൾ അവിടെ നമുക്ക് ബൈനോമിയൽ ഉപയോഗിക്കാൻ പറ്റില്ല, ആ സമയത്ത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വേർ ദി മോസ്റ്റ് ഓഫ് ദി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മോസ്റ്റ് ഓഫ് ദി ഡിസ്ക്രീറ്റ് ബൈനോമിയലിലും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ആണെങ്കിൽ n ലാർജ് ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെ n ലാർജ് ആകുമ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് മെത്തേഡാണ് നമ്മളിതിൽ അഡോപ്റ്റ് ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഓൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കൺഫേം ടു ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദി ലാർജ് വാല്യൂസ് ഓഫ് n. അത് തന്നെയാണ് പറയുന്നത് ലാർജ് വാല്യൂസ് ഓഫ് n. പിന്നെ വാരിയസ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻ ആർ ബേസ്ഡ്, പല ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഉണ്ട് അല്ലേ. നമുക്ക് ആ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഒക്കെ ബേസ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് വാരിയസ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആർ ബേസ്ഡ് ഓൺ അസംഷൻ ദാറ്റ് ദി പാരൻറ്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾസ് ആർ ഡ്രോൺ അണ്ടർ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ലാർജ് സാമ്പിളിംഗ് തിയറി. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ ഈ സാമ്പിൾ ടെസ്റ്റിൽ സെറ്റ് ടെസ്റ്റും ഉണ്ട്, ടി ടെസ്റ്റ്, കുറേ ടെസ്റ്റുകൾ നമുക്ക് ഈ ഹൈപ്പോത്തിസിസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ 30 വരെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കുന്നു, ടി ടെസ്റ്റ് ഉപയോഗിക്കും. 30ലും കൂടുതൽ എണ്ണം n വരികയാണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാർജ് ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കുന്ന സെറ്റ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ലാർജ് സാമ്പിളിംഗ് തിയറി to estimate the parameters from statistics, confidence limits, etc. പിന്നെ സെൻട്രൽ ലിമിറ്റ് തിയറം ഗിവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെൻട്രൽ പ്രൈസ് ഇൻ ദ തിയറി ഓഫ് സാമ്പിളിംഗ് ഈസ് മെനി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ ദിസ്. ഇത് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം, പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിനും പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ന്യൂമറിക്കലി മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി വിച്ച് ടേക്ക് എ പോപ്പുലർ ആൻഡ് കമ്പാരിറ്റീവ്ലി ഈസി ടു മാനിപ്പുലേറ്റ് അല്ലേ. നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ഇതിൽ സാധിക്കുന്നു. ഇറ്റ് ഫൈൻ അപ്ലിക്കേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിനും ഇൻഡസ്ട്രിയൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഏത് ഉപയോഗിക്കാൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, നോർമൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ദിക്കുകളിൽ n ലാർജ് ആകുമ്പോൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കൺഫേം ടു ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദ ലാർജ് വാല്യൂസ് ഓഫ് n. പിന്നെ വാരിയസ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഒക്കെ ഇതുമായിട്ടാണ് ബേസ് ചെയ്യുന്നത്. ലാർജ് സാമ്പിളിങ്ങിലാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. സെൻട്രൽ ലിമിറ്റ് തിയറത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തിയറട്ടിക്കൽ സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ ബി അപ്ലൈഡ് ഫോർ പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതേമാതിരി മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുമാതിരി ക്വാളിറ്റി കൺട്രോളും ഇൻഡസ്ട്രിയൽ എക്സ്പെരിമെൻറ്റ്സൊക്കെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ മെറിറ്റ്സ്, പിന്നെ നമുക്ക് എന്ത് പറയാം, ഡിമെറിറ്റ്സ് നോക്കാം. മെറിറ്റ്സ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇൻഫ്രണ്ടൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്. മോസ്റ്റ് ഓഫ് എറർ മെഷർമെൻറ്റ് ആൻഡ് ലാർജ് വെറൈറ്റി ഓഫ് ഫിസിക്കൽ ഒബ്സർവേഷൻ ഹാവ് അപ്രോക്സിമേറ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. തെറ്റുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും വലിയ ഒബ്സർവേഷൻസ് വരുമ്പോഴും നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു. എവിടേക്കാണോ എറേഴ്സ് സംഭവിക്കുന്നത് വെച്ചെങ്കിൽ ആ എറേഴ്സ് കണ്ടെത്താനും പിന്നെ നമ്മൾ വലിയ ഒബ്സർവേഷനൊക്കെ വരികയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. The measurement of linear dimension of large number of articles produced may show individual variation. എത്രത്തോളമാണ് വേരിയേഷൻ ഉണ്ടാവുന്നത് എന്ന് നോക്കാൻ വേണ്ടി സാധിക്കുന്നു.
Standard normal distribution able show exhaustively areas for different intervals of the values of variable. വ്യത്യസ്ത ഏരിയ എത്രത്തോളമാണ് വാല്യൂസ് വരുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ നമ്പർ ഓഫ് നമ്മൾ പറഞ്ഞു നേരത്തെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഹാസ് നേച്ചർ ഓഫ് നോർമൽ ആൻഡ് ദാറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു നോർമൽ. ഞാൻ എൻ്റെ ഡീമെറിറ്റ്സ് എന്താണ് പറയുന്നത്? വേരിയബിൾ വിച്ച് ആർ നോട്ട് കണ്ടിന്യൂസ്. എപ്പോൾ നമ്മൾ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. മറ്റേ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിയാം എക്സിന് 0, 1, 2, 3, 4 അങ്ങനെ സ്പെസിഫൈഡ് വാല്യൂസ് എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കനോട്ട് ബി അപ്ലൈഡ് ടു സിറ്റുവേഷൻ വേർ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൽ തിയറി പാർട്ട് പറയാനുള്ളത്. എന്തൊക്കെയാണ് നിങ്ങൾ തിയറി പാർട്ട് പഠിക്കണം? പ്രോപ്പർട്ടീസ് പഠിക്കണം, പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കണക്കിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്, അത് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ്, യൂണിറ്റ് ഓഫ് നോർമൽ വാരിയേറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ഞാൻ അടുത്ത ടോപ്പിക്ക് എഴുതുന്നു. സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ് ഈ ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റിൽ ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, എക്സ് ആണ് നമ്മളിവിടെ റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മ്യൂ ആയിട്ട് എടുക്കുന്നു. മീൻ എന്ന് പറയുന്നത് മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് എടുത്തു. ദെൻ ദി വേരിയബിൾ സെഡ് ഇസ് ഈക്വൽ ടു സെഡ്. അപ്പം നോർമൽ വാരിയേറ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് സെഡ്, എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് നമ്മുടെ സമവാക്യം. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. നോർമൽ വാരിയേറ്റ് ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. മീൻ എന്ന് പറയുന്നത് മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയുടെ ചിഹ്നമാണ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നായിട്ട് എടുക്കുമ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ ആസ്, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ്. എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ് എന്ന് പറയുന്നു. സെഡ് ഈസ് ഈക്വൽ ടു, സെഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. മീൻ ഈസ് ഈക്വൽ ടു 0, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് 0 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1ഉമാണ്. അപ്പോൾ സെഡ് ഫോളോസ്, സെഡ് എന്ന് പറയുന്നത് ഏതാണ് ഫോളോ ചെയ്യുന്നത്? സെഡ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സെഡ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് സെഡ് ഫോളോ ചെയ്യുന്നത്. സെഡ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഈസ് ഈക്വൽ, വിത്ത് മീൻ എന്ന് പറയുന്നത് 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1ഉമാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ സെഡ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അല്ല, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ കണക്കുകൾ ചെയ്യാം, ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കുക കേട്ടോ. ഫൈൻഡ് P of -1.78
ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.78. ഇതൊക്കെ കാണാൻ, അതിൻ്റെ വാല്യൂസ് കാണാനാണ് പറയുന്നത്. ഇനി അടുത്തത് പി ഓഫ് 1.52 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2.01. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് എന്ന് പറയുന്നത് പി ഓഫ് നെഗറ്റീവ് 1.52 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.75. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് സെഡ് ലെസ് ദാൻ നെഗറ്റീവ് 1.5. ഇതിൻ്റെ വാല്യൂസൊക്കെ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കണക്കല്ല ചെയ്യുന്നത്, നമ്മൾ ഈ ടേബിൾ വാല്യൂ നോക്കിയിട്ട് എങ്ങനെ ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും എന്നുള്ളതിനുള്ളൊരു കണക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പം ഞാൻ പറയാം, ഓരോ കണക്കുകളായിട്ട് നമുക്ക് പതുക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കണക്ക് ചെയ്യാം. P of negative 1.78 less than Z less than 1.78. ഇതാണ് നമ്മുടെ കണക്ക്. അപ്പം നോക്കൂ, ഇവിടെ നെഗറ്റീവ് ചെറുതായിരിക്കുമല്ലോ. അപ്പം നെഗറ്റീവ് 1.78 എന്ന് പറയുന്നത് സെഡിനേക്കാൾ ലെസ് ദാൻ ആണ്. സെഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് 1.78നേക്കാൾ ലെസ് ദാൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന് മുന്നുള്ള കർവ് വരയ്ക്കണം കേട്ടോ. ബെൽ ഷേപ്പ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ബെൽ ഷേപ്പ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബെൽ ഷേപ്പ്ഡ് ആയിട്ട് നമ്മളൊരു കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നടുവ് കൂടെ നമ്മൾ വരയ്ക്കുക. വരച്ചു നടുവിൽ നിന്ന് ഇങ്ങനെ ചോട്ടിലേക്ക്. അപ്പോൾ ഇത് നെഗറ്റീവ്, നമുക്കറിയാം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഈ സൈഡിലേക്ക് നെഗറ്റീവാണ്, ഈ സൈഡിലേക്ക് പോസിറ്റീവാണ് അല്ലേ. പിന്നെ ചോട്ടിലേക്കും നെഗറ്റീവാണ്, മുകളിലേക്ക് പോസിറ്റീവാണ്. അതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണ്ട, നമ്മൾ നെഗറ്റീവ് 1.78 മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെയായിട്ട് നമ്മൾ പോസിറ്റീവ് 1.78 മാർക്ക് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ വാല്യൂ അറിയണം. 1.78ൻ്റെ വാല്യൂ എത്രയാണ് വരിക എന്നുള്ളത് അറിയണം. അതിന് വേണ്ടി ടേബിൾ എടുത്തിട്ട് വേണം നോക്കാൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പേജ് ഉണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് നോർമൽ കർവ്, ഇതാണ് ഇങ്ങനെ ഒരു പേജ് കാണാം. സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്ന് പറഞ്ഞ പേജ് നമ്പർ 12 അതിലുണ്ട് കേട്ടോ. അതിൽ നോക്കുക. 1ൽ 0.78, 1.7ൽ 8 നോക്കൂ. 1.7 എടുത്തു ഞാൻ കേട്ടോ. അതിൽ 8 നോക്കുക. 0.4625. അപ്പം അതിൻ്റെ 1.78ൻ്റെ വാല്യൂ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. ഇനി നമ്മളിതിനെ ഒന്ന് കറക്റ്റായിട്ട് എഴുതണം. നോക്കുക കേട്ടോ. പി ഓഫ് നെഗറ്റീവ് 1.78 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 പ്ലസ്. ശ്രദ്ധിക്കുക, ഞാൻ പറയാം ഒന്നും കൂടി. എന്നിട്ട് പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.78. ഇത് ഞാൻ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ നെഗറ്റീവ് 1.78ഉം പോസിറ്റീവ് 1.78ഉം ആണ് വരുന്നത് അല്ലേ. രണ്ടും വ്യത്യസ്ത സൈഡുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ വ്യത്യസ്ത സൈഡുകളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എന്ത് ചെയ്യാനുള്ളതാണ്, ആഡ് ചെയ്യാനുള്ളതാണ് എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ നെഗറ്റീവ് ആണല്ലോ എപ്പോഴും ചെറുത്. അപ്പം നെഗറ്റീവ് 1.78 എന്ന് പറയുന്നത് ലെസ് ദാൻ എക്സ്, എക്സിനേക്കാൾ ചെറുതാണ്, 0നേക്കാൾ ചെറുതാണ് അല്ലേ. അപ്പോൾ പി ഓഫ് നെഗറ്റീവ് 1.78 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 പ്ലസ്. പിന്നെ 0 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പോസിറ്റീവ് അല്ലേ 1.78 വരുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.78 വന്നു അല്ലേ.
ഇനി 1.78ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്രാം നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 0.4625 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ 0.4625 രണ്ടും വ്യത്യസ്ത സൈഡിൽ വരുന്ന കാരണം അത് ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക അല്ലേ. 0.4625 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 0.925 ആണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ P of -1.78 ലെസ് ദാൻ Z ലെസ് ദാൻ 1.78. അപ്പോൾ -1.78 ലെസ് ദാൻ X ലെസ് ദാൻ 0 പ്ലസ് P of 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.78 അല്ലേ. അപ്പോൾ 1.78ൻ്റെ വാല്യൂ നമ്മൾ എത്രയാണ് എന്നുള്ള ടേബിൾ നോക്കി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 0.4625 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടിയിട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് next question. P of 1.52 less than Z less than 2.01. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. 1.52 ലെസ് ദാൻ Z ലെസ് ദാൻ 2.01. അപ്പം നമ്മളിങ്ങനെ ഡയഗ്രാം വരയ്ക്കുക കേട്ടോ. ഇത് വരയ്ക്കുക, ടേബിൾ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇതൊക്കെ ഒരു സൈഡിലാണ് വരിക, രണ്ടും പ്ലസ് ആണ് അല്ലേ. അപ്പോൾ രണ്ടും പ്ലസ് ആയ കാരണം രണ്ടും ഒരു സൈഡിലാണ് വരിക. പ്ലസ് ഈ സൈഡിലാണ് വരിക, രണ്ടും ഈ സൈഡിലാണ് വരിക കേട്ടോ. ഇവിടെ 1.52 എഴുതി, ഇവിടെ വന്നു 2.01. അപ്പോൾ ഇനി നമ്മൾ എഴുതുക P of 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.52. 1.52 ആണ് വരുന്നത്. ആദ്യം ഇപ്പോൾ ഏതാ വലുതല്ലേ, നമുക്ക് ആദ്യം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കല്ലേ വേണ്ട. വലുത് പറഞ്ഞാൽ 2.01 അല്ലേ വരുന്നത്. അപ്പോൾ ആദ്യം 2.01 എഴുതണം കേട്ടോ. 2.01 മൈനസ് P of 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.52. ഇനി നോക്കിക്കോളൂ, 2.01ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക നിങ്ങൾ. ഇവിടെ 2 ഉണ്ടായിരിക്കും. 2.0 ഉണ്ട്, അതിൽ 1ൻ്റെ വാല്യൂ കാണാം. 0.4778 വരുന്നുണ്ട്. അതന്നെ 0.4778 മൈനസ് 0.4357. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ വരിക. അത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ 0.042. ഇത്രയാണ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാണ്ട്. ഏതാണ് നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് പറയുന്നത് P of -1.52 ലെസ് ദാൻ Z ലെസ് ദാൻ 0.75 അല്ലേ. അപ്പം അത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ -0.75 ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഡയഗ്രാം വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ച് രണ്ടും ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത് അല്ലേ. രണ്ടും ഒരു സൈഡിൽ തന്നെയല്ലേ വരും, രണ്ടും നെഗറ്റീവ് അല്ലേ. അപ്പം ഈ സൈഡിലാണ് രണ്ടും വരുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു? 0.75 പിന്നെ 1.52. ഇനി നമുക്ക് ആദ്യം ഏതാണോ ഏറ്റവും ചെറുത്, 1.52 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ 1.52 ലെസ് ദാൻ Z ലെസ് ദാൻ 0 മൈനസ് P of 0.75 മൈനസ് 0.75 ലെസ് ദാൻ Z ലെസ് ദാൻ 0. അങ്ങനെയാണ് വരിക. ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുക നിങ്ങളായി നോക്കിയിട്ട്. അപ്പോൾ 0.4357 ആണ് വരുന്നത്. അത് മൈനസ് 0.2734 കിട്ടും. അത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 0.1623. അപ്പോൾ ഇതുവരെ മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. അപ്പോൾ രണ്ടും വ്യത്യസ്ത സൈഡിൽ വരുമ്പോൾ പ്ലസ് ചെയ്യുക,
ഒരേ സൈഡിലാണ് വരുന്നത് വെച്ചെങ്കിൽ മൈനസ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഈ ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം കൂടി ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക.